ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതിരയും ചേനത്തണ്ടും കൊണ്ട് നല്ലൊരു തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ചേനത്തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാനത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ചോപ്പിംഗ് ബോർഡ് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു റോളിംഗ് പിൻ കൂടെ ഉണ്ട് കേട്ടോ. നല്ലൊരു സംഭവം തന്നെയാണ്. ഞാനിതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരു റോളിംഗ് പിന്നുണ്ട്. ചപ്പാത്തി പരത്തിയൊക്കെ എടുക്കാനായിട്ടും നമുക്ക് ചപ്പാത്തിയുടെ മാവ് ഇതിൽ വെച്ച് നനയ്ക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സംഭവം തന്നെയാണ്. അത്യാവശ്യം വലിയൊരു ചോപ്പിംഗ് ബോർഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നല്ല വലിപ്പമുള്ളൊരു റോളിംഗ് പിന്നാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കാനായിട്ടൊക്കെ നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഇതുപോലെ അങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒട്ടും ഇത് അനങ്ങത്തില്ല കേട്ടോ. പിന്നെ എനിക്കിത് അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ ഒരു മോൾഡിങ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നല്ല പ്രസ്സായിട്ടങ്ങ് ഇരിക്കത്തില്ല, എങ്കിലും അനങ്ങിയൊന്നുമില്ല കേട്ടോ. ഈ മോൾഡിങ് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഫിറ്റായിട്ടിരുന്നുള്ളൂ. ഇനി നമുക്കത് ഈ ചോപ്പർ, ഇലക്ട്രിക് ചോപ്പറാണ്, ഇതിൽ വെച്ചിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് മുമ്പ് ഈ ചോപ്പർ കാണിച്ചിട്ടുണ്ട്, 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് കേട്ടോ. കാരണം നല്ലൊരു പ്രോഡക്റ്റാണിത്. കാരണം ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും, അവർക്കിതൊരു വാങ്ങണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഞാൻ ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് കാണിക്കുന്നത്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കാബേജ്, അങ്ങനെ ഒരുപാട്, ചേനയുടെ ഇല, ചീരയില ഒക്കെ ഞാൻ ചോപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ്. എത്ര സമയം, എനിക്ക് തോന്നുന്നു 1 മിനിറ്റിന് താഴെയാണ് ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള സമയം. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുത്തിട്ട്, അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അരിയാതെ കട്ടാകാതെ കിടന്ന പോലെ തോന്നി. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് അരിയും പോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് അരിഞ്ഞാലും ഇതുപോലെ ഒരേ വലുപ്പത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഈ ബ്ലേഡ് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നല്ല മുറിച്ചാണ്. ഇത് ആദ്യം തന്നെ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇതേ നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ചോപ്പ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് മുതിര വേവിക്കണം. അതിന് വേണ്ടി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മുതിരയായിട്ട് എടുത്തിട്ടുള്ളത്. ഞാനത് വെള്ളത്തിൽ കുതിർത്തൊന്നും വെച്ചിട്ടില്ല. ഞാനത് കഴുകിയ വെള്ളമാണ് കാണിച്ചത്. നല്ല ക്ലീൻ ആയിട്ടുള്ള, ആദ്യം ഞാൻ കഴുകിയ വെള്ളമാണ് കേട്ടോ. ഒട്ടും മണ്ണോ അഴുക്കോ പൊടിയോ ഒന്നുമില്ലാത്തൊരു മുതിരയായിരുന്നു. ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം ഒരു 5 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 7 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുഴഞ്ഞിട്ടുള്ള പോലെ തോന്നുന്നു, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ചോറൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെയല്ലേ, ഇതേ കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല നമ്മൾ കണ്ടോ, ഓരോന്നിങ്ങനെ വിടർന്ന് തന്നെ കിടക്കുന്നുണ്ട്. ഒരല്പം ചെറിയൊരു കുഴഞ്ഞ ഒരു രീതി പോലെ വെള്ളം അതിലേക്ക് പിടിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നല്ലതുപോലെ നമുക്കിത് ഉലർന്ന് കിട്ടും. ഇനി അതിലേക്കൊരല്പം ഉപ്പ് കൂടി ചേർത്തേം കൊടുത്തിട്ടുണ്ടായിരുന്നു. മുതിര വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത് വേവിച്ചതിന് ശേഷം. എന്നിട്ട് നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേനത്തണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷേ ഇത് വളരെ കുറച്ച്, അറിയാമല്ലോ, നല്ലതുപോലെ ഇതങ്ങോട്ടങ്ങ് ചുങ്ങിയിട്ട് കുറച്ചേ കാണുള്ളൂ. ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൂട്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു, വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇളക്കി കൊടുത്തില്ല, ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുത്തു. ഒരല്പ സമയം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗവും നല്ലതുപോലെ വെന്ത് വരുമല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇളക്കി നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചേന തണ്ട് ഇവിടെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒരു ആണല്ലോ ചേനത്തണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വേവിച്ച മുതിര വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മുതിരയുടെ വെള്ളവും ശരിക്കൊന്ന് തോർന്നിട്ട് റെഡിയായി വരും. ഇത് വെച്ചിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുതിരയും ചേനത്തണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പിന് കാന്താരി മുളക്, തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്ത് ഒരു കാന്താരി മുളകിൻ്റെ ഞെട്ടുണ്ടായിരുന്നു, അതായിട്ട് എടുത്ത് കളഞ്ഞത് ഞാൻ. ഇതുപോലെ കൂട്ടി വെച്ച് കൊടുക്കാം. ഒട്ടും അടുക്കി പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്ക് പാനായിരുന്നെങ്കിൽ അടുക്കി പേടിക്കണ്ടായിരുന്നു. ഇതും പിടിക്കുന്നില്ലെങ്കിലും ആ മുതിരയുടെ ഒരു കൊഴുപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒരല്പം അടുക്കി പിടിച്ചതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് കൂടെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് വിട്ടു പോന്നോളും. കണ്ടോ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലാതെ ഒരുപാട് സമയം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് തന്നെ പിടിച്ചിട്ട് കരിയും. അപ്പോൾ അങ്ങനെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രവും കേടാകും, അതുപോലെ തന്നെ നമ്മുടെ തോരന് ഒരു ടേസ്റ്റ് ഉണ്ടാകുകയില്ല. അപ്പോൾ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുഴഞ്ഞിട്ടുള്ളൊരു മട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ, അത് മാറിക്കൊള്ളും. കുറേ കഴിയുമ്പോൾ നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് ഉലർന്നിട്ടുണ്ടാകും. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഈ മുതിരയിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ നനവുണ്ടല്ലോ, അതുകൊണ്ടാണിത് ഇങ്ങനെ നമുക്ക് കുഴഞ്ഞിരിക്കും പോലെ തോന്നുന്നത്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വിടർന്ന് കിടപ്പുണ്ടാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു തോരൻ തന്നെയാണിത്. 4 മണി സമയത്തൊക്കെ ചായയുടെ കൂടെ കഴിക്കാനായിട്ടും നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് മുതിര നല്ലതാണല്ലോ. നല്ല ഈ മഴ സമയത്താണല്ലോ മുതിര കഴിക്കാനൊക്കെ ആയിട്ട് നല്ലത്. അതുകൊണ്ട് എല്ലാവരും മുതിരയും ചേനത്തടയോ അല്ലെ ചേനയുടെ ഇലയോ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഐറ്റംസ് നമുക്ക് മുതിരയുടെ കൂടെയും പയറിൻ്റെ കൂടെയൊക്കെ നമ്മളിട്ട് വെക്കില്ലേ, അതുപോലെ നല്ലതുപോലെ വെച്ച് കഴിക്കാനായിട്ട് നല്ലൊരു സംഭവമുണ്ട് ചേനത്തണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരല്പസമയം കഴിയുമ്പോഴാണ് ഇത് നല്ലതുപോലെ കട്ടയൊക്കെ വിട്ടിട്ട് നല്ലോണം ഉലർന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ലതുപോലെ ഒരു കുഴഞ്ഞതുപോലെയാണ് തോന്നുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അടിക്കൊട്ടും പിടിച്ചിട്ടില്ല. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ നിന്നുള്ളതൊക്കെ നല്ലതുപോലെ ഇളക്കിയിട്ട്, അല്ലെങ്കിൽ ഒക്കെ ഉണങ്ങി പിടിച്ചിട്ട് നമ്മുടെ പാത്രം കഴുകാനായിട്ട് നല്ലൊരു പണിയായിരിക്കും. ഈ അപ്പോഴപ്പോഴുള്ളത് ഇങ്ങനെ പിടിക്കുന്നുള്ളത് അങ്ങ് ഇളക്കിയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഞാൻ പറയുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഇളക്കി വിടർത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും കട്ടയാട്ടാതെ നമുക്കത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ഒരു സൈഡ് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക് യു.